ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിസ്കവറി ക്രോണിക്കിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു TCV വാർത്തയെ തുടർന്ന് ഒരുപാട് പേർ വിളിക്കുകയും അനുമോദനങ്ങൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അക്കൂട്ടത്തിൽ എൻ്റെ തൊട്ടടുത്തുള്ള ഗ്രാമപഞ്ചായത്തായ തോളൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും അനുമോദനങ്ങൾ അർപ്പിക്കാനായിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ നിലവിൽ ഒരു ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കിക്കൂടാ എന്നൊരു ആലോചന ഉണ്ടായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസർ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അത് ശരിയാവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ കൊണ്ടുപോയി അത് ഫിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് സാനിറ്റൈസർ ഡിസ്പെൻസർ ഉണ്ടാക്കുന്നത്. ഇതൊരു സബ്മേഴ്സിബിൾ മോട്ടോർ പമ്പാണ്. അതുപോലെ നമുക്കൊരു കപ്പാസിറ്റർ ആവശ്യമാണ്, 2 റെസിസ്റ്ററുകൾ ആവശ്യമാണ്, ഇതൊരു ഡയോഡാണ്, അതുപോലെ ഇതൊരു ട്രാൻസിസ്റ്റർ ആണ്. കൂടാതെ ഒരു 5 വോൾട്ടിൻ്റെ റിലേ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊരു ഇൻഫ്രാറെഡ് സെൻസറാണ്. ഇത് ഉപയോഗിച്ചാണ് സാനിറ്റൈസറിൻ്റെ അടുത്തേക്ക് വരുന്ന കൈ നമ്മൾ സെൻസ് ചെയ്യുന്നത്. പിന്നെ പവർ കണക്ട് ചെയ്യാനായിട്ടൊരു കണക്ടർ നമ്മൾ എടുത്തിട്ടുണ്ട്. അവസാനമായി നമ്മുടെ സാനിറ്റൈസറിൻ്റെ പവർ സോഴ്സായി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു അഡാപ്റ്ററാണ്. അപ്പോൾ ഞാൻ കണക്ഷൻ ഡയഗ്രാം ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു 1 ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിലാണ് നമ്മൾ സാനിറ്റൈസർ ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നമ്മുടെ സബ്മേഴ്സിബിൾ മോട്ടോർ പമ്പ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് നമ്മുടെ പൈപ്പ് കണക്ഷൻ ഇതിലൂടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വയറിങ് ഈ സൈഡിൽ കൂടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ ഒരു MC ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. വാട്ടർ സീൽഡ് ആയിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സാനിറ്റൈസറിന് ഒരു ചട്ടക്കൂട് നിർമ്മിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അക്രിലിക് ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ സാനിറ്റൈസർ ഡിസ്പെൻസർ ഒരു ബോക്സ് രൂപത്തിലാണ് ഞാൻ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവിൽ ഞാൻ ഈ അക്രിലിക് ഷീറ്റുകൾ പീസുകളായി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഇവ തമ്മിൽ ഒട്ടിച്ചിട്ട് വേണം നമുക്ക് ബോക്സിൻ്റെ ഷേപ്പിലേക്ക് ആക്കാൻ. അപ്പോൾ അതാ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ബോക്സിൻ്റെ ബാക്ക് സൈഡും അതുപോലെ 3 വശങ്ങളും ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സാനിറ്റൈസർ ചുമരിൽ ഉറപ്പിക്കാനായി ഞാനിവിടെ 2 ഹോൾസ് ഇട്ട് വെച്ചിട്ടുണ്ട് ബാക്ക് സൈഡിൽ. അപ്പോൾ ഈ ബോക്സിനകത്താണ് നമ്മൾ നേരത്തെ എടുത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കണ്ടത് ഇതേപോലെ നമ്മൾ ഇവിടെ ഇറക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഇനി ഈ പീസാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്നത്. ഇത് നമുക്കിവിടെ ഉറപ്പിക്കണം. അതിനുശേഷം ഈ ഭാഗം നമുക്ക് കവർ ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനകത്തെ കണക്ഷൻസും സർക്യൂട്ടും എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് ഞാൻ നമ്മുടെ കമ്പോണൻസ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ മുകൾ ഭാഗം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ നെക്കിൻ്റെ ഭാഗം ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. അത് വേറെ ഒന്നിനല്ല, നമ്മളിവിടെ സാനിറ്റൈസർ ഫില്ല് ചെയ്യുമ്പോൾ ഇതിനകത്തുകൂടെ നമ്മുടെ ബോക്സിനകത്തേക്ക് സാനിറ്റൈസർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് അവിടെ വാട്ടർ സീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് സാനിറ്റൈസർ ഫില്ല് ചെയ്യാം ആവശ്യാനുസരണം. അപ്പോൾ നമ്മുടെ സാനിറ്റൈസറിൻ്റെ പൈപ്പ് മുകളിലായതുകൊണ്ട് നമ്മളെ കൈ ഇവിടെയാണ് കൊണ്ടുവരിക. അതുകൊണ്ട് ഞാൻ ഇവിടെയാണ് സെൻസർ വെക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ഇൻഫ്രാറെഡ് സെൻസറാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതിൽ 2 LED പോലെ കാണുന്നത് ഒന്ന് ഇൻഫ്രാറെഡ് ട്രാൻസ്മിറ്ററും ഒന്ന് ഇൻഫ്രാറെഡ് റിസീവറുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സെൻസർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്മിറ്ററും റിസീവറും മുകളിലോട്ട് മടക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഇനി ഈ മൊഡ്യൂൾ ഇവിടെ ഒട്ടിക്കണം. അതിനുശേഷം ഇതിൽ നിന്നുള്ള കണക്ഷൻ നമുക്ക് താഴേക്ക് കൊടുക്കണം. അപ്പോൾ ഞാനിതൊരു ഹോട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഇവിടെ ഒട്ടിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ എല്ലാ വയറിംഗ് കണക്ഷനും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കമ്പോണൻസ് എല്ലാം ഞാൻ ഇവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ അഡാപ്റ്റർ കണക്ട് ചെയ്ത് ഓണാക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അഡാപ്റ്ററിൻ്റെ പിന്ന്. ഞാൻ ഇതിൽ കണക്ട് ചെയ്യാണ്. അപ്പോൾ അതൊരു പവറിങ് LED നമുക്ക് ആ സെൻസറിൽ കാണാം. ഇനി ഇതിന് മുകളിൽ കൈ കൊണ്ടുവരുമ്പോൾ ഇത് സെൻസ് ചെയ്യണമെന്ന് നോക്കണം. നമുക്ക് കാണാം മറ്റൊരു LED അവിടെ തെളിഞ്ഞിട്ടുണ്ട്. അത് സെൻസറിൻ്റെ LED ആണ്. ഈ സമയത്ത് നമ്മുടെ മോട്ടറും വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മുടെ കപ്പാസിറ്ററിൻ്റെ ചാർജ് കഴിയുന്ന സമയം വരെ മോട്ടോർ വർക്ക് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ടൈമറിൻ്റെ ആവശ്യം വേറെ വരുന്നില്ല ഇവിടെ.
അതുകൊണ്ട് തന്നെ സാനിറ്റൈസർ പാഴാവുന്ന പ്രശ്നം വരുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗം ക്ലോസ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ പൈപ്പിനും ഈ സെൻസറുകൾക്കും അതുപോലെ LED-കൾക്കും ഉള്ള ഹോൾസ് നമ്മുടെ അക്രിലിക് ഷീറ്റിൽ ഇടണം. ഞാനിപ്പോൾ ഓൾറെഡി നമ്മുടെ പൈപ്പിലേക്കുള്ള ഹോൾ കൂടി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ സെൻസറിലേക്ക് വേണ്ട ഹോളുകൾ കൂടി ഇട്ടിട്ടുണ്ട്, LED-ക്കുള്ള ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മുടെ ബോട്ടിൽ താഴേക്ക് വരാതെ ഒരു സപ്പോർട്ടിനായിട്ട് ഇതുപോലത്തെ നീളം കൂടിയ 2 സ്ക്രൂകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ വെക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഹോൾസും കൂടെ ഞാൻ ഫ്രണ്ടിലുള്ള ഷീറ്റിലിട്ടിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ആ 2 ഹോൾസ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്രണ്ട് ഷീറ്റ് ഇവിടെ ഫിക്സ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇതവിടെ കറക്റ്റായിട്ട് സെൻസറും LED-യും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തേക്കാണ് നമ്മളിനി ഈ സ്ക്രൂകൾ ടൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് നമ്മുടെ ഡിവൈസ് ഒന്ന് പവർ ഓൺ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് കാണാം പവർ ഓൺ LED കാണുന്നുണ്ട്. ഇനി നമുക്ക് സെൻസറിൻ്റെ മുകളിൽ കൈ വയ്ക്കുമ്പോൾ സെൻസർ LED ഓൺ ആവുന്നുണ്ടോ നോക്കാം. യെസ്, സെൻസർ LED ഓൺ ആവുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. അതായത് ഈ ഭാഗം നമുക്കൊന്ന് ക്ലോസ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ പൈപ്പ് കുറച്ച് വളച്ച് സെൻറ്ററിലേക്ക് ആക്കി വയ്ക്കണം. അപ്പോൾ ഈ പൈപ്പ് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി ഞാനൊരു കട്ടി കൂടിയ കമ്പി ഈ പൈപ്പിനകത്തേക്ക് ഇറക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ പൈപ്പ് വളച്ചിട്ടുണ്ടെങ്കിൽ ആ പൊസിഷനിൽ തന്നെ പൈപ്പ് ഇരുന്നോളൂ. കണ്ടോ, ഇനിയിപ്പോൾ നമുക്ക് ഈ എക്സസ് ഉള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രം മതി. അപ്പോൾ ഇനി ഫ്രണ്ടിലേക്ക് തള്ളി വയ്ക്കുന്ന ഈ ഭാഗം 3 അക്രിലിക് ഷീറ്റിൻ്റെ പീസ് ഉപയോഗിച്ച് ഞാനൊരു ബോക്സ് പോലെ എൻക്ലോസ് ചെയ്യാണ്. മുമ്പിൽ വരുന്ന ഈ ഭാഗത്ത് ഞാൻ നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി 3 പീസുകൾ ഒട്ടിക്കാൻ വേണ്ടി നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്തുള്ള അക്രിലിക് ഷീറ്റിലെ സ്റ്റിക്കർ പറിച്ച് കളയണം. അപ്പോൾ ഞാൻ ഫ്രണ്ടിലെ പീസിൽ നിന്ന് സ്റ്റിക്കറൊക്കെ പറിച്ച് കളഞ്ഞ് അതിൽ നമ്മുടെ 3 ഭാഗങ്ങളും ഒട്ടിച്ച് ഒരു ബോക്സ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാനിറ്റൈസറിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇത് ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതവിടെ പെർഫെക്റ്റായി. ഇനി നമുക്ക് എക്സസ് ഉള്ള ഈ പൈപ്പ് കട്ട് ചെയ്ത് കളയണം. കൂടാതെ ഫ്രണ്ടിലേക്ക് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കറും കൂടി ഞാൻ പ്രിൻറ്റ് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇവിടെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ സാനിറ്റൈസറിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ സാനിറ്റൈസറിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി നമുക്ക് വേണമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവം ഓക്കെയാണ്. അപ്പോൾ നമുക്കിനി ഇത് പഞ്ചായത്തിൽ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സാനിറ്റൈസർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ.